ഹലോ, വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ. എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. ഇന്ന് കുറേ നാളായിട്ട് ഞാൻ വിചാരിക്കുന്നു പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പോകണം. മാസത്തിൽ ഒരു ദിവസം മാത്രം തുറക്കുന്ന, അതും പൗർണമി ദിവസം മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് പൗർണമിക്കാവ്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. അപ്പോൾ ഇന്ന് അമ്പലത്തിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് പുതിയ വീഡിയോ. എൻ്റെ സാരിയൊക്കെ ഇങ്ങനെ കൊള്ളാമോ, ഇഷ്ടമായോ? എല്ലാവരും കമൻറ്റ് ചെയ്യണം, അഭിപ്രായം പറയണം, വീഡിയോ കുറിച്ചിട്ട് പറയണം. പിന്നെ കുറേ ആൾക്കാർ ഇങ്ങനെ മൈക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെ സൗണ്ടിൻ്റെ പ്രശ്നം ഉണ്ടെന്നൊക്കെ കുറേ ആൾക്കാർ പറയുന്നുണ്ട്. അത് ഞാൻ പരിഹരിക്കാൻ ശ്രമിക്കാം. ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാനുണ്ട്, വിനീതയുണ്ട്, പ്രജിത്തുണ്ട്. പൗർണമിക്കാവിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ എന്താണ് ആ ഒരു ഇതുവരെ എനിക്ക് ആ ക്ഷേത്രത്തെ കുറിച്ച് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ, പക്ഷെ ഞാൻ ഇതിൽ പോയിട്ടില്ല. ആദ്യമായിട്ടാണ്. ഇനി അവിടെ ചെന്നിട്ടുള്ള ബാക്കി കാര്യങ്ങൾ. ഞാൻ പക്ഷെ നേരത്തെ പോയിട്ടുണ്ട്. ഒരുപാട് നാളായിട്ട് ആഗ്രഹിക്കുന്നതാണ് പൗർണമിക്കാവിൽ പോകാൻ വേണ്ടിയിട്ട്, പക്ഷെ നടക്കാറേ ഇല്ല. നമ്മൾ പറയുമല്ലോ, അമ്പലത്തിലേക്കൊക്കെ പോകുമ്പം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് നടക്കണം എന്നില്ല എന്ന്. അപ്പം അതുകൊണ്ടായിരിക്കണം നടക്കാറേ ഇല്ല. കണ്ണ വന്ന സമയത്തും ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇറങ്ങിയതാണ്. അപ്പം അന്ന് എന്തോ തിരക്ക് കാരണം അന്ന് പോകാൻ പറ്റിയില്ല. പിന്നെ ഇന്നാണ് അവിടേക്ക് പോകുന്നത്. മന്ത്ലി ഒരു ദിവസം മാത്രമേ അവിടെ അമ്പലം നട തുറക്കത്തുള്ളൂ. പൗർണമി ദിവസം അന്നാണ് അമ്പലം തുറക്കുന്നത്. അതുകൊണ്ടായിരിക്കണം പൗർണമിക്കാവ് എന്ന് പറഞ്ഞിട്ട് പേര് കിട്ടിയത് അമ്പലത്തിന്. അവിടെ ബാലഭദ്രയാണ് പ്രതിഷ്ഠ. എനിക്ക് തോന്നുന്നു, ഞാൻ പോയിട്ട് കുറേ കാലമായി. അവിടെ വേറെ കുറേ മാറ്റങ്ങളൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ. കുറേ നാൾ മുന്നെയാണ് പോയിട്ടുള്ളത്. വിനീത ഫസ്റ്റ് ടൈം ആണല്ലേ? അതെ, വിനീത ആദ്യമാണ്, പ്രജിത്ത് ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മളൊരു അമ്പലത്തിൽ പോകുമ്പം, ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യം നടക്കുമെന്നാണ്, ആ വിഷു നടക്കുമെന്നാണ് പറയുന്നത്. അവിടുത്തെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു വിളക്കെടുത്തിട്ട്, നെയ്വിളക്കുണ്ട്, ആ വിളക്കെടുത്തിട്ട് 17 തവണ പ്രദക്ഷിണം വയ്ക്കുന്ന ഒരു ചടങ്ങൊക്കെ ഉണ്ട്. നമ്മൾ ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടിയിട്ട്, നമ്മളൊരു കാര്യം വിചാരിച്ചിട്ട് ആ കാര്യം നടക്കുന്നതിന് വേണ്ടിയിട്ട് 17 പ്രാവശ്യം വലം വയ്ക്കണം. അതിൽ 16 പ്രാവശ്യം വിളക്കിനും 1 പ്രാവശ്യം ഗണപതിക്കും വലം വെച്ച് വരണം, ആ വിളക്ക് അണയാതെ. അതാണ് അവിടുത്തെ പ്രധാന വഴിപാട്. പോകെ പോകെ നമുക്ക് കുറേ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യാം. എവിടെയാണെന്ന് പോലും കറക്റ്റ് വിനീതയ്ക്ക് അറിയില്ലല്ലോ ഈ അമ്പലം എവിടെയാണെന്ന്. അറിയില്ല. ട്രിവാൻഡ്രത്ത് വെങ്ങാനൂർ എന്ന് പറഞ്ഞ സ്ഥലം കഴിഞ്ഞിട്ടാണ് ഈ അമ്പലം വരുന്നത്. ട്രിവാൻഡ്രത്ത് നമ്മളപ്പം ഇവിടുന്ന്, വീടിൻ്റെ അവിടുന്ന് നമുക്ക് പോകാൻ എളുപ്പമുള്ള വഴിയാണ്. പേയാട് വഴി ഇങ്ങനെ കയറിയിട്ട് അങ്ങനെ പോകാൻ. കുറച്ച് വീടിൻ്റെ അവിടുന്ന് ഒരു 24 കിലോമീറ്ററേ ഉള്ളൂ. വീട്ടിൽ നിന്ന് 24 കിലോമീറ്റർ അമ്പലത്തിലേക്കുള്ളൂ. ഒരു ഷോർട്ട് കട്ട് വഴി കൂടെയൊക്കെയാണ് പോകുന്നത്. വൈകുന്നേരം ആയതുകൊണ്ട് കുറച്ച് റഷും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആക്ച്വലി രാവിലെ പോകേണ്ടിയിരുന്നതാണ്. രാവിലെ പക്ഷെ ഭയങ്കര മഴയായിരുന്നു. മഴയാകുമ്പോഴത്തേക്ക് ഈ സാരിയൊക്കെ കൊടുത്ത് ഇറങ്ങാനും ഒക്കെ ഭയങ്കര അങ്ങ് ചടച്ചു പോയി. അങ്ങനെയാണ് വൈകുന്നേരം ആക്കിയത്. പിന്നെ ദേവീക്ഷേത്രത്തിൽ വൈകുന്നേരം പോകുന്നതാണ് ഭയങ്കര ഒരു നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. കാരണം ദീപാരാധന തൊഴുന്നതാണ് നമ്മുടെ ഐശ്വര്യം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഞാനൊരു ദേവി ഭക്ത കൂടിയാണ്. ഇത് ദേവി ഭക്ത കൂടിയാണ്. പിന്നെ വേറെ കാര്യം, ഇവിടെ അമ്പലത്തിൽ നമ്മൾ നടക്കി വെക്കുന്നത് മഞ്ച്, ഐസ്ക്രീം, അങ്ങനെയൊക്കെ. ബാലഭദ്രയാണല്ലോ, അപ്പം നമ്മൾ അവിടെ നടക്കി വെക്കുന്ന സാധനങ്ങൾ അതൊക്കെയാണ് കേട്ടോ. മഞ്ച്, ഐസ്ക്രീം, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നടക്കി വെക്കുന്നത്. ഇവിടെ രാവിലെയും വൈകുന്നേരത്തും നല്ല റഷാണ്. പക്ഷെ ഉച്ചയ്ക്ക് അധികം റഷ് ഉണ്ടാവാറില്ല. ഇന്ന് നല്ല തിരക്കാണ്. കാരണം ഒരുപാട് ആൾക്കാർ ഇതേ ഇപ്പം തന്നെ അമ്പലത്തിൽ പോയിട്ട് പോകുന്നവരുണ്ട്, പിന്നെ അതുപോലെ പോകാനായിട്ട് പോകുന്നവരുണ്ട്. നമുക്ക് അവിടെ ഓൾറെഡി ഇങ്ങനെ പറഞ്ഞിട്ട് ഒരു പാർക്കിങ്ങിന് ഇത് സെറ്റ് ചെയ്ത് ഒരാൾ സ്പേസ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അമ്പലത്തിൻ്റെ അടുത്ത് നിൽക്കുകയാണ്. അത് കാരണം അവിടെ പാർക്കിംഗ് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. നല്ല തിരക്കാണ്. വണ്ടിയൊക്കെ ആൾക്കാർ കുറേ ലോങ്ങിന്നേ ഇട്ടിട്ടാണ് പോകുന്നത്, സൈഡിലൊക്കെ ഇട്ടിട്ട് പിന്നെ അവിടെ നിന്ന് വാക്ക് ചെയ്താണ് പോകുന്നത്. നമുക്കവിടെ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്താനായിട്ട് കുറച്ച് ദൂരം ഇങ്ങനെ ബ്ലോക്കിൽ അത് ഹോൾഡ് ചെയ്ത് പോയാൽ മാത്രമേ നമുക്ക് അവിടെ പാർക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നേരത്തെ ഇറങ്ങിയത് തന്നെ അതുകൊണ്ടാണ്. പാർക്കിങ് മിക്കപ്പോഴും ഉണ്ടാവാറില്ല. അപ്പോൾ അത് എനിക്കറിയാം, നേരത്തെ വന്നിട്ടുള്ളത് കൊണ്ട്. ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോഴത്തേക്കും അങ്ങ് ഇതിനും കുറച്ച് ബാക്കിലാണ് കാറിട്ടിട്ട്, പിന്നെ അവിടുന്ന് വാക്ക് ചെയ്ത് പോയി. കുറച്ച് ദൂരം നടക്കാനുണ്ട്. അതിനടുത്ത് നിയർ തന്നെ ഇടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ അങ്ങനെ ഒരു പാർക്കിങ് അവിടെ
കിരണിനോട് പറഞ്ഞിട്ട് കിരൺ അവിടെ നിന്നിട്ട് ആരെയും വണ്ടി ഇടിക്കാതെ ഒരു സ്പേസ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വച്ചിട്ടുണ്ട്. അവിടെ വണ്ടി ഇടാൻ കഴിയുമെന്നാണ് തോന്നുന്നത്. അപ്പം മുന്നിൽ അങ്ങോട്ട് കയറുന്നതിൻ്റെ അവിടെ നമുക്ക് സ്പേസ് ഉണ്ട് എന്നുള്ളത് അവിടെ സെക്യൂരിറ്റിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറ്റി വിടും. നല്ല റഷുണ്ട്, നല്ല തിരക്കുണ്ട്. ഈ വാഹനങ്ങളുടെ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ എന്തുമാത്രം തിരക്കുണ്ടെന്ന്. ശരിക്കും ഒരു പ്രത്യേക വൈബാണ് അവിടെ ചെല്ലുമ്പോഴത്തേക്കും, ഒരു പോസിറ്റീവ് എനർജിയാണ്. അപ്പോൾ അത് കാരണമാണ് കുറേ നാളായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. ഇനിയിപ്പോൾ ഇന്ന് പോകുന്നത് അറിയുമ്പോൾ കണ്ണൻ എന്തായാലും പിണങ്ങും. കാരണം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് പോകാൻ വേണ്ടി ഇരുന്നതാണ്. നമ്മൾ പറയില്ലേ പെട്ടെന്ന് ഇങ്ങനെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകാൻ തോന്നുമ്പോൾ അങ്ങ് പോകണം. അങ്ങനെ എനിക്ക് തോന്നി. അങ്ങനെ ഇന്നങ്ങോട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടേക്ക് അമ്പലത്തിലേക്ക് കയറുന്നതിന് അവിടെ ചെറിയൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെ അത്യാവശ്യം നല്ല റഷാണ്. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റിയോട് പറഞ്ഞപ്പോൾ കിരൺ അവിടെ നിൽക്കുന്നുണ്ട്. വിളിച്ച് അവിടെ പാർക്കിങ്ങിൻ്റെ ആ സ്പേസ് ഓക്കെ ആണ് എന്നിങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടൊന്ന് കയറ്റണമെങ്കിൽ ആ മുന്നേയുള്ള വണ്ടികൾ അങ്ങോട്ട് പോകണം. അപ്പോൾ ഇച്ചിരി ഇങ്ങനെ തിരക്കായിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. അവിടെയൊക്കെ ഇച്ചിരി നല്ല തിരക്കായിട്ട് നിൽക്കുവാണ്. കാരണം എല്ലാ വണ്ടികളും അങ്ങോട്ട് കയറാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവിടെ പാർക്കിംഗ് സ്പേസ് വളരെ ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ അവിടെ ഉള്ള സ്പേസിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ഇടാൻ പറ്റണം. ഇത് കിരൺ അവിടെ നിൽക്കുന്നുണ്ട്. കിരൺ പറഞ്ഞു അവിടെയാണ് നമുക്ക് സ്പേസ് ഉള്ളതെന്ന് പറഞ്ഞു. നമ്മുടെ വണ്ടിയുടെ ബാക്കിൽ വണ്ടികളുണ്ട്, എന്നാൽ കൂടി നമുക്കവിടെ അഡ്ജസ്റ്റ് ചെയ്തിടാം. അവർ ചിലപ്പോൾ എടുക്കാൻ വരികയാണെങ്കിൽ വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ സേഫായിട്ട് ഇവിടെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ പറ്റി. പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഞങ്ങളെത്തിയപ്പോൾ ഏകദേശം ദീപാരാധനയ്ക്കുള്ള സമയത്തോടടുത്തിട്ടുണ്ടായിരുന്നു. ദീപാരാധനയ്ക്കുള്ള സമയം ഏകദേശം ഇങ്ങനെ ആയി വരുന്നുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് നമ്മൾ എത്തിയത്. അപ്പോഴത്തേക്കും ഒരു ഫാമിലി വന്നിറങ്ങിയപ്പോൾ തന്നെ അവിടെ കണ്ടു. അപ്പോൾ അറിയാം ഇങ്ങനെ കണ്ടിട്ടുണ്ട്, കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. വീഡിയോസൊക്കെ കാണാറുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവർക്ക് 2 ഫോട്ടോ എടുത്താൽ കൊള്ളാമെന്ന് പറഞ്ഞു. പിന്നെ കിരണ് ഫോട്ടോ എടുത്തു കൊടുത്തു അവർക്ക്. ചിലപ്പോഴൊക്കെ ചില സ്ഥലത്തിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഇങ്ങനെ ആളുകളൊന്ന് ഫോട്ടോ എടുക്കുന്നതൊക്കെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ചിലരിങ്ങനെ ചോദിക്കാൻ മടിച്ച് നിന്നിട്ട് ഇങ്ങനെ ആരെങ്കിലും കൊണ്ട് ചോദിപ്പിക്കാറുണ്ട്. പിന്നെ ചില ആൾക്കാർ കണ്ടിട്ട് പരിചയം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടി കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട് കേട്ടോ. കണ്ടിട്ട് മിണ്ടാതെ പോകുന്ന ആളുകൾ ഒത്തിരി ആൾക്കാരുണ്ട്. പലപ്പോഴും പിന്നെ വന്നിട്ട് മെസ്സേജ് ബോക്സിലോ ഇൻബോക്സിലൊക്കെ വന്നിട്ട് ഇങ്ങനെ പറയും, ഇന്നടുത്ത് വെച്ച് കണ്ടു, വന്ന് സംസാരിച്ച ചേച്ചി എന്ത് പറയും. ഒരാൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ എന്ത് പറയാനാണല്ലേ. പലപ്പോഴും അങ്ങനെ ആളുകൾ ഇങ്ങനെ പറയാറുള്ളപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറില്ല. അങ്ങനെ മാറി നിന്ന് കണ്ടു, അല്ലെങ്കിൽ ഇപ്പം നമ്മളൊരു അറിയാവുന്ന ഒരാളാണ്, നമുക്ക് പരിചയമുള്ള ഒരാളാണെങ്കിൽ വന്ന് സംസാരിക്കും. ചിലർക്കത് ഇൻട്രാക്ട് ചെയ്യാനൊരു മടിയുള്ള ആൾക്കാരുണ്ടായിരിക്കും. പക്ഷേ ചിലർ വന്ന് കൂളായിട്ട് സംസാരിക്കും. കാണാറുണ്ട് അല്ലെങ്കിൽ അറിയാം ചേച്ചി എന്നൊക്കെ പറഞ്ഞ് സുഖമാണെന്നൊക്കെ ചിലരൊന്ന് ഇൻട്രാക്ട് ചെയ്യും. പക്ഷേ ചിലർ ഇൻട്രാക്ട് ചെയ്യാറില്ല. അപ്പം അതിലെനിക്ക് പരാതിയൊന്നുമില്ല. പക്ഷേ ചിലർ വന്ന് ഇൻബോക്സിൽ വന്ന് പിന്നെ കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് ചെയ്യുമ്പം ആ ഒരു ഇൻബോക്സിൽ വന്ന് സംസാരിക്കാൻ കാണിച്ചൊരു മനസ്സ് നേരിട്ട് കണ്ടപ്പോൾ അവർക്കുണ്ടായില്ലല്ലോ, അല്ലെങ്കിൽ നേരിട്ട് കണ്ടപ്പോൾ ഒന്നും സംസാരിക്കാണ്ടത് ഇൻബോക്സിലൊന്ന് മെസ്സേജ് അയച്ചല്ലോ എന്നുള്ള ഇങ്ങനെ തോന്നാറുണ്ട്. പൗർണമിക്കാവ് ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ ശ്രീ ബാലത്രിപുരസുന്ദരി ദേവിയാണ്. ആയി രാജവംശത്തിലെ യുദ്ധദേവതയായിരുന്നു. കേരളത്തിലെ തിരുവനന്തപുരത്ത് വെങ്ങാനൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിൽ ആദ്യമായി 51 അക്ഷരദേവതകളുടെ പ്രതിഷ്ഠയുടെ ആരാധന ഇവിടെയാണ് കേട്ടോ, ഈ ക്ഷേത്രത്തിലാണുള്ളത്. അക്ഷരദേവ ക്ഷേത്രം എന്നും വിളിക്കുന്നുണ്ട്. കൂടാതെ ഏകദേശം 25 ഉപദേവതകളുണ്ട്. പൗർണമി നാളിലും നവാഹം, ഉത്സവം, വിദ്യാരംഭം തുടങ്ങിയ ചില പ്രത്യേക അവസരങ്ങളിൽ മാത്രം തുറക്കുന്ന ക്ഷേത്രമാണ് കേട്ടോ ഇത്. തുറക്കുന്ന ദിവസങ്ങളിലൊക്കെ ശരിക്കും ഉത്സവം പോലെയാണ്. നമ്മൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പ്രത്യേകതയുള്ളൊരു ഉണ്ടല്ലോ, ആയിരക്കണക്കിന് ഭക്തരാണ് വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ക്ഷേത്രം സന്ദർശിക്കാനായിട്ട് വരുന്നത് കേട്ടോ. ലോകമെമ്പാടുമുള്ള സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വരുന്നുണ്ട്. പ്രധാനമായിട്ടും അവരുടെ രോഗങ്ങൾ ഭേദമാക്കുന്നതിനും അവരുടെ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും അവരുടെ കുലദേവതകളെ കണ്ടെത്തി പരിഹരിക്കുന്നതിനും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിനും ദേവിയോട് അവരുടെ അപേക്ഷ സമർപ്പിക്കുക. മതവും ജാതിയും ഒന്നുമില്ലാതെ എല്ലാവർക്കും പ്രവേശനമുള്ള ക്ഷേത്രമാണ് കേട്ടോ. കൃഷ്ണശിലയിൽ നിന്ന് ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഏറ്റവും വലിയ 5 മുഖങ്ങളുള്ള ഗണേശ വിഗ്രഹം
200 സെൻറ്റിമീറ്റർ ഉയരമുള്ളത്, ഒറ്റക്കല്ലിൽ ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം. അതിൻ്റെ ഉയരം വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 275 സെൻറ്റിമീറ്റർ ഉയരമുണ്ട് കേട്ടോ. ലോകത്തിലെ ഏറ്റവും വലിയ പഞ്ചലോക വിഗ്രഹമാണ് പൗർണമിക്കാവ് ദേവിയുടേത്. വിഗ്രഹം 6.5 അടി ഉയരമുണ്ട്, അതുപോലെ തന്നെ 1300 കിലോ ഭാരമുണ്ട് കേട്ടോ. പൗർണമി ദിനത്തിൽ ക്ഷേത്രത്തിൽ നടക്കുന്ന വിവിധ ആചാരങ്ങളിൽ ഉൾപ്പെടുന്നു കേട്ടോ. മഹാഗണപതി ഹോമം, അക്ഷരദേവതാ പൂജ, സരസ്വതി പൂജ, സർവശാപദോഷശാന്തി പൂജ, ലക്ഷ്മി പൂജ, പൗർണമി പൂജ, കലശപൂജ, കലശാഭിഷേകം, ശ്രീചക്ര പൂജ, പഞ്ചശക്തി പൂജ, കാര്യസിദ്ധി പൂജ, ചണ്ഡികാ ഹോമം, ഗുരുസി പൂജ, നാഗർ പൂജ, സർപ്പദോഷ നിവാരണ പൂജ, കുലദേവതാ പൂജ, കാലസർപ്പദോഷ ശാന്തി പൂജ, മൃത്യുഞ്ജയ പൂജ, അങ്ങനെ കുറേ പൂജകൾ ആ ദിവസങ്ങളുണ്ടാവും. ഭക്തർ ദേവിക്ക് തങ്ങളുടെ പ്രാർത്ഥനകൾ അർപ്പിക്കാൻ നെയ്വിളക്കെടുക്കുന്നു. അതിന് ദീപപ്രദക്ഷിണം എന്നാണ് വിളിക്കുന്നത് കേട്ടോ. അത് ശരിക്കും പൗർണമി ദിനത്തിന് രാവിലെ മുതൽ അർദ്ധരാത്രി വരെ എല്ലാ ഭക്തജനങ്ങൾക്കും സൗജന്യമായിട്ട് ഭക്ഷണമുണ്ട്. അതിന് അളവുകളില്ലാത്ത ഭക്ഷണമാണ്. എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അവിടെ അന്നദാനം ഉണ്ടാവും എല്ലാ ദിവസവും നട തുറക്കുന്ന ദിവസങ്ങളിൽ. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായിട്ട് പഠനോപകരണങ്ങളൊക്കെ വിതരണം ചെയ്യാറുണ്ട്. പാവപ്പെട്ട മനുഷ്യർക്കാണെങ്കിൽ കിറ്റുകൾ വിതരണം ചെയ്യാറുണ്ട്. തുടങ്ങിയ ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ക്ഷേത്രത്തിൽ ചെയ്തു വരുന്നുണ്ട്. കേരളത്തിലെ തിരുവനന്തപുരം വെങ്ങാനൂരിലെ ചാവടി നടയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കോവളത്ത് നിന്ന് ഏകദേശം ഒരു 5 കിലോമീറ്റർ ദൂരത്താണ്. വിഴിഞ്ഞത്ത് ഹാർബറിൽ നിന്നാണെങ്കിൽ ഒരു 2.1-2 കിലോമീറ്റർ ഉണ്ടാവും. അല്ല, ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ് പറഞ്ഞെങ്കിൽ 15 കിലോമീറ്റർ ഉണ്ട്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നാണെങ്കിൽ ഒരു 17 കിലോമീറ്റർ ദൂരം അമ്പലത്തിലേക്കുണ്ട്. തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനാണെങ്കിലും 15 കിലോമീറ്ററേ ഉള്ളൂ. പൗർണമിക്കാവ് ദേവിയെ പടകാളി അമ്മനെന്നും യുദ്ധദേവതയെന്നും പറയുന്നുണ്ട് കേട്ടോ. കേരളത്തിലെ തിരുവനന്തപുരത്തെ വിഴിഞ്ഞത്തിന് ചുറ്റുമുള്ള പ്രദേശം ആയി രാജവംശമാണ് ഭരിച്ചിരുന്നത്. വിഴിഞ്ഞം ഒരു സുസ്ഥിര തുറമുഖവും സമൃദ്ധമായ ഒരു നഗരവുമായിരുന്നു കേട്ടോ. ആയി രാജവംശത്തിലെ യുദ്ധദേവത പടകാളിയമ്മ ആയിരുന്നു. പൗർണമിക്കാവ് ദേവി അവരുടെ സാമ്പത്തിക, വിദ്യാഭ്യാസ, വ്യാവസായിക അഭിവൃദ്ധിയുടെ കാരണം ദേവിയായിരുന്നു. കൂടാതെ ചോളരെ പോലെ മറ്റ് ഭരണാധികാരികളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും അവരെ രക്ഷിച്ചിരുന്നത് ഈ ദേവിയായിരുന്നു. ആയി രാജവംശത്തെ കീഴടക്കാൻ ചോള രാജാക്കന്മാർ ദേവിയുടെ വിഗ്രഹങ്ങളും ആഭരണങ്ങളും കീഴടക്കാൻ ശ്രമിച്ചു. ഇത് തടയാൻ ആയി രാജാക്കന്മാർ വിഴിഞ്ഞത്തെ ക്ഷേത്രത്തിൽ നിന്നും വിഗ്രഹമെടുത്ത് അടുത്തുള്ള വനത്തിലെ ഇന്നത്തെ ഇപ്പം നമ്മൾ കാണുന്ന ചാവടിനട വെങ്ങാനൂർ ക്ഷേത്രത്തിലെ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ സ്ഥാപിച്ചു. കച്ചവടത്തിനോ യുദ്ധത്തിനോ പോകുന്നതിന് മുമ്പ് ആയി രാജാക്കന്മാർ ഇവിടെ പൂജകൾ നടത്തിയിരുന്നു. എന്നാൽ കാലക്രമേണ ആയി രാജാക്കന്മാരുടെ തുടർന്നുള്ള തലമുറകൾ ഈ പാരമ്പര്യം പാലിച്ചില്ല. ഇത് ദേവിയുടെ കോപം ക്ഷണിച്ചു വരുത്തി. അത് ആയി രാജവംശത്തിന് ദുഃഖവും ദാരിദ്ര്യവും ദുരന്തങ്ങളും വരുത്തി അവരുടെ പതനത്തിലേക്ക് നയിച്ചു കേട്ടോ. ഈ പ്രദേശത്തിൻ്റെ ഭരണം ഏറ്റെടുത്ത പുതിയ രാജവംശങ്ങൾ ദേവി ആരാധിക്കാൻ നിരവധി പുരോഹിതന്മാരെ നിയമിച്ചു. എങ്കിലും അവരുടെ പൂജകളിൽ ദേവി തൃപ്തയായില്ല. കാലക്രമേണ സമീപ പ്രദേശങ്ങൾ നിരവധി വ്യക്തികളുടെയും കുടുംബങ്ങളുടെയും കൈകളിലായി കേട്ടോ. പക്ഷേ പ്രശ്നങ്ങൾ ഈ കുടുംബങ്ങളെയും ചുറ്റുപാടുകളെയും ഒക്കെ ബാധിച്ചിരുന്നു. ഇത് ദേവിയുടെ കോപമാണെന്ന് മനസ്സിലാക്കിയ ജ്യോതിഷികൾ അവരുടെ കൃപയ്ക്കായി പ്രാർത്ഥിച്ചു. ദേവി അവരിൽ പ്രസാദിച്ചു. അവളുടെ നിർദ്ദേശപ്രകാരം ക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠാ പ്രവർത്തനങ്ങളും നടത്തി. ബ്രഹ്മശ്രീ പൂഞ്ഞാർ മിത്രൻ നമ്പൂതിരിപ്പാട് പൂഞ്ഞാർ കൊട്ടാരത്തിലെ കുലഗുരുവും ഇന്ദിരാഗാന്ധിയുടെ ആത്മീയ ഗുരുവും 2009 പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പടകാളിയമ്മ എന്നറിയപ്പെടുന്ന പടകാളിയമ്മയെ പൗർണമിക്കാവ് ക്ഷേത്രത്തിൽ പുനർപ്രതിഷ്ഠിച്ചു. എല്ലാ പൗർണമി, പൂർണ്ണചന്ദ്രൻ ദിവസങ്ങളിൽ പ്രത്യേക ഉത്സവങ്ങളിലും ആയിരക്കണക്കിന് ഭക്തർ പങ്കെടുക്കുന്നുണ്ട്. പൗർണമിക്കാവ് ക്ഷേത്രം അതിൻ്റെ ചരിത്രപരമായ പൈതൃകത്താലും ഭക്തരുടെ ആത്മാർത്ഥമായ പ്രാർത്ഥനകൾക്ക് ദേവി ഉത്തരം നൽകുന്നതിനാലും ഇവിടെ വളരെ ആഘോഷിക്കപ്പെടുകയും അതുപോലെ തന്നെ എന്താ പറയുക, ഒരു ഉത്സവം പോലെ കൊണ്ടാടപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ദിവസങ്ങളിൽ. ഇപ്പോൾ ഈ അടുത്തായിട്ട് തന്നെ രാജസ്ഥാനിൽ നിന്ന് ഒറ്റക്കൽ മാർബിൾ തീർത്ത 23.5 അടി ഉയരവും 30 ടൺ ഭാരവുമുള്ള ആദിപരാശക്തിയുടെ വിഗ്രഹം ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 12 അടി വീതം
ഉയരത്തിലുള്ള ദുർഗ, രാജമാതങ്കി ദേവിമാരുടെ വിഗ്രഹവും കൊണ്ടുവന്ന് സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ വിഗ്രഹമാണ് കേട്ടോ ആദി പരാശക്തിയുടേത്. രാജസ്ഥാനിലെ തന്നെ ഒരു മാർബിൾ മല വിലയ്ക്ക് വാങ്ങിയിട്ട് ഒറ്റക്കൽ വിഗ്രഹങ്ങൾ കൊത്തിയെടുത്തത്. മാർബിൾ മല വിലയ്ക്ക് വാങ്ങിയത് മുതൽ ഏകദേശം 6 കോടിയോളം രൂപ ചിലവിട്ടിട്ടാണ് ഇവർ ആ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. തമിഴ് മലയാള വാസ്തുവിദ്യകളുടെ സമഞ്ജസമയമായൊരു മനോഹരമായ ക്ഷേത്രമാണ് കേട്ടോ പൗർണമിക്കാവ്. തഞ്ചാവൂരുകാരായ ശില്പികൾ നിർമ്മിച്ചതാണ്. 15 അടി പൊക്കമുള്ള ഹനുമാൻ്റെ ഉണ്ട്. അതുപോലെ തന്നെ ലക്ഷ്മി, ഗണപതി, പഞ്ചമുഖ ഗണപതി, ഹലാസ്യ ശിവൻ, ഒറ്റക്കല്ലിൽ പണികഴിപ്പിച്ച ഏറ്റവും വലിയ നാഗരാജ വിഗ്രഹം, രക്തചാമുണ്ഡി ദേവിയുടെ ആരെയും വിസ്മയിപ്പിക്കുന്ന ചുവർ ചിത്രം, അങ്ങനെ ഒരുപാട് വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ ഈ പൗർണമിക്കാവിലുള്ളത്. അപ്പോൾ നമ്മൾ ക്ഷേത്രങ്ങളിൽ പോയിട്ടില്ലാത്ത ആൾക്കാർ, ഇവിടെ കാവിലേക്ക് വന്നിട്ടില്ലാത്ത ആൾക്കാർക്ക് അത് പുതിയൊരു അനുഭവമായിരിക്കും. ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു ആംബിയൻസും ആ ഒരു അറ്റ്മോസ്ഫിയറും ഒക്കെ. ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് വരുന്നതെന്നുള്ളത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷം വന്നപ്പോൾ ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളുണ്ട്. ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണത്തിനായാലും കുറേ മാറ്റങ്ങളുണ്ട്. ഞാൻ വന്നപ്പോഴത്തേക്കും ശരിക്കും ഈ ആ ഒരു വിളക്കൊക്കെ വച്ചേക്കുന്ന നടപ്പന്തലൊക്കെ ശരിക്കും പണിതുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഈ ക്ഷേത്ര നട തുറക്കുന്ന ദിവസങ്ങളിലൊക്കെ എന്നും പൊങ്കാല അർപ്പിക്കുന്നവർക്കാണെങ്കിൽ പൊങ്കാല അർപ്പിക്കാം. അതുപോലെ തന്നെ ഒരുപാട് വഴിപാടുകളല്ലാതെ ഉണ്ട്. ഞാനിപ്പോൾ പറയാത്തതായിട്ട് തന്നെ ഒരുപാട് വഴിപാടുകളുണ്ട്. അറിവിലുള്ള കുറേ കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ വിളക്കെടുക്കുന്നതായാലും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ടാണ് വിളക്കെടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ മുകളിലായിട്ട് കയറിയിട്ട് വേണം ഹലാസ്യ ശിവഭഗവാന്റെ പ്രതിഷ്ഠയുള്ളത്. അപ്പോൾ അവിടെ മുകളിൽ പോയിട്ട് വളരെ സൈലൻറ്റും പീസ്ഫുള്ളായിട്ട് നമ്മളവിടെ ഇരുന്ന് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റും. അവിടെ ഇരുന്നിട്ട് അതൊക്കെ ഒരു പ്രത്യേക ഒരു വൈബിലുള്ളൊരു ഇതാണ്. നമ്മളവിടെ പോയി അറിഞ്ഞാൽ തന്നെയാണ് അത് മനസ്സിലാക്കാൻ പറ്റുക. പിന്നെ ഞാൻ പറയാത്ത ഒരുപാട് കൊത്തുപണികളും ശില്പങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൽ. അത് നമ്മൾ സാധാരണ ക്ഷേത്രങ്ങളെ അപേക്ഷിച്ച് നമ്മൾ ഈ നട തുറക്കുന്ന ദിവസം ഒരുപാട് ജനങ്ങൾ, ഒത്തിരി ജനങ്ങൾ, ഇങ്ങനെ ഇത് പുലർച്ചെ തുറക്കുന്നതാണ്. രാത്രി എനിക്ക് തോന്നുന്നു 10-11 മണി വരെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ആ ഒരു സമയം വരെ ഈ ആൾക്കാരിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അതിൽ കുറച്ചൊരു തിരക്ക് കുറവുള്ള സമയം എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കാണെന്ന് തോന്നുന്നു. ഇപ്പോഴ് അത് മാറിയിട്ടുണ്ടാവണം. ഞാൻ ആദ്യം വന്ന ഏതോ ഒരു സമയത്ത് ഞാൻ ഉച്ചയ്ക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഉച്ചയ്ക്ക് വന്ന് ഇവിടെ തൊഴുതു, അതിനുശേഷം ഭക്ഷണമൊക്കെ കഴിച്ചു, എന്നിട്ടാണ് ഒരു ദിവസം മടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഇപ്പോൾ എനിക്കറിയില്ല ഉച്ചയ്ക്ക് തിരക്കുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. പക്ഷേ രാവിലെയും വൈകുന്നേരമൊക്കെ ഭയങ്കര തിരക്കാണ് ക്ഷേത്രത്തിൽ.
പോയിട്ട് വീട്ടിലേക്ക് എത്തി. നല്ല ലേറ്റായി അല്ലേ വിനീത? നോക്കിക്കൊണ്ട് നോക്കിയേ, വിനീതയുണ്ട്, ദേവ്രജിത്തുണ്ട്. ഞങ്ങൾ അമ്പലത്തിൽ പോയിട്ടെത്തി. തുറക്കട്ടെ കേട്ടോ. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം. ബൈ.